അവ്യക്ത സന്ദേശം. ഇന്ന് പ്രിയപ്പെട്ട ബാബയുടെ അടുക്കൽ വതനത്തിൽ ഭോഗമായി എത്തിച്ചേർന്നു. പോയതിനോടൊപ്പം കണ്ടത് ഇതാണ്: ബാബയുടെ വളരെ സുന്ദരമായ രൂപം കാണപ്പെടുന്നുണ്ടായിരുന്നു. ബാബയുടെ മസ്തകത്തിൽ വളരെയധികം സുന്ദരമായ തേജസ്വി രൂപത്തിലുള്ള തിലകം ചാർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബാബയോട് പറഞ്ഞു, ബാബ, ഇന്ന് ആരോ അങ്ങയെ തിലകം അണിയിച്ചിരിക്കുകയാണ്. അപ്പോൾ ബാബ പുഞ്ചിരിച്ചു. ബാബ പറഞ്ഞു, കുട്ടി, അമൃതവേള മുതൽ തന്നെ പല കുട്ടികളുടെയും സങ്കല്പവും ഓർമ്മകളും എത്തിക്കൊണ്ടിരിക്കുകയാണ്. ചിലർ ബാബയെ തൻ്റെ സഹോദരനും ആക്കി, ചിലർ സഹോദരിയും ആക്കി, ചിലർ തോഴനും ആക്കുന്നു. ഇന്ന് ഉത്സവത്തിൻ്റെയും സദ്ഗുരുവാറിൻ്റെയും ഓർമ്മകളുമായാണ് കുട്ടി എത്തിച്ചേർന്നിരിക്കുന്നത്. ബാബയുടെ അടുത്ത് രാവിലെ മുതൽ തന്നെ കുട്ടികളുടെ സങ്കല്പം എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. ബാബയും ആ സങ്കല്പത്തെയും ഓർമ്മയെയും ഹൃദയത്തിൻ്റെ ഉള്ളിൽ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു. ബാബയും കുട്ടികളുടെ ഓർമ്മയാൽ ഗദ്ഗദം ആകുമായിരുന്നു. എൻ്റെ കുട്ടികൾ ഏത് സങ്കല്പത്തിൽ ഓർമ്മ അയച്ചിരിക്കുകയാണ്, ഓർമ്മിച്ചിരിക്കുകയാണ്? ബാബ കുട്ടികളുടെ ആ സങ്കല്പത്തെ യാഥാർത്ഥ്യം ആക്കുന്നു. പിന്നെ കണ്ടു, വതനത്തിൽ വളരെയധികം സുന്ദരമായ താലങ്ങളും ബാബയുടെ അടുത്ത് ഇന്ന് വതനത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഏതാനും ദീപങ്ങളും വെച്ചിട്ടുണ്ടായിരുന്നു, മധുരങ്ങളും വെച്ചിട്ടുണ്ടായിരുന്നു. ബാബ പറഞ്ഞു, കുട്ടികളെ, ഈ വർഷത്തെ ഉത്സവം അവസാനിച്ചു കഴിഞ്ഞു. എല്ലാവരുടെയും ആത്മാവിൻ്റെ ജ്യോതിയും ജ്വലിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ബാബ തൻ്റെ കുട്ടികളിൽ വിശേഷ രൂപത്തിൽ ഒരു ഗുണം എന്ന് പറയാം, വിശേഷത എന്ന് പറയാം. ബാബ പറഞ്ഞു, ദീപാവലി എല്ലാവരും ആഘോഷിച്ചു. ഇന്ന് സന്തോഷത്തോടെ വായ് മധുരിതമാക്കും. എന്നാൽ ബാബ പറഞ്ഞു, ചില കുട്ടികളുടെ ഓർമ്മ സ്നേഹത്തിൻ്റെ മുത്തുകളുടെ രൂപത്തിലാണ്. അങ്ങനെയുള്ള ഓർമ്മയോടൊപ്പം ബാബയും കുട്ടികളുടെ മുന്നിൽ എമർജാകുന്നു. ബാബ പറഞ്ഞു, ലോകത്തിൽ ഇന്നത്തെ ഉത്സവം വിശേഷിച്ച് സഹോദര ബന്ധത്തിൻ്റെ രൂപത്തിലുള്ളതാണ്. ഇത് ഏറ്റവും സമീപതയുടെ സ്നേഹത്തിൻ്റെ ബന്ധനമാണ്. സ്നേഹമാണ്, സ്മൃതിയുടെ തിലകമാണ്. ബാബ പറഞ്ഞു, ലോകത്തുള്ളവർ തങ്ങളുടെ രീതിയിൽ പരമ്പര അനുസരിച്ച് ആഘോഷിക്കുന്നു. വാസ്തവത്തിൽ ഈ എല്ലാ ഉത്സവങ്ങളുടെയും ദിവസവും സന്തോഷത്തിൻ്റെ ദിവസവും വരുന്നത് വിശേഷിച്ച് കുട്ടികളായ നിങ്ങളുടെ സംഗമയുഗത്തിലെ സ്മാരകമാണ്. കാരണം കുട്ടികളായ നിങ്ങൾ സംഗമത്തിൽ, സന്തോഷത്തിൽ, ആഹ്ലാദത്തിൽ, ലഹരിയിൽ കഴിയുന്നു. ബാബ പറഞ്ഞു, അതിൻ്റെ ഒരൽപ്പം സ്വരൂപം അവർ സ്വീകരിക്കുന്നു. അപ്പോൾ ബാബ ഇന്ന് തൻ്റെ ലഹരിയോടെ വതനത്തിൽ വിരാജിക്കുകയായിരുന്നു. പിന്നെ ബാബയുടെ മുന്നിൽ ധാരാളം താലങ്ങളും വെച്ചിട്ടുണ്ടായിരുന്നു. ബാബ പറഞ്ഞു, നോക്കൂ കുട്ടി, എത്ര സ്നേഹത്തോടെ, ആ സങ്കല്പത്തോടെ കുട്ടികൾ ഓർമ്മകൾ അയക്കുന്നു. ബാബയും ആ ഭോഗിൻ്റെ താലത്തിൽ ശക്തിയും ബലവും നിറയ്ക്കുന്നു, സ്വീകരിക്കുകയും ചെയ്യുന്നു. വിശേഷ ഉത്സവത്തിൻ്റെ ദിവസം ആകുമ്പോൾ ബാബയും കുട്ടികൾക്ക് എന്തെങ്കിലും നൽകുമല്ലോ. ബാബയും ബഹുരൂപിയാണ്. ബഹുരൂപിയായി തൻ്റെ കുട്ടികളുടെ ഓർമ്മ എന്താണോ, സങ്കല്പം എന്താണോ, അത് മനസ്സിൻ്റെ ഉള്ളിൽ വളരെയധികം സ്വീകരിക്കുന്നു. പിന്നെ ബാബ വളരെ സ്നേഹത്തോടെ ഭോഗ് സ്വീകരിച്ചു. ബാബ എല്ലാവർക്കും വളരെയധികം സ്നേഹം നിറഞ്ഞ
ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹസ്മരണകൾ നൽകി. ഓരോരുത്തർക്ക് വേണ്ടിയുമുള്ള ബാബയുടെ സ്നേഹസ്മരണകൾ സ്വീകരിച്ചുകൊണ്ട് താഴെ എത്തിച്ചേർന്നു. ഓം ശാന്തി.